നമസ്കാരം, ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിച്ച് സർക്കാരുകൾക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. സാമൂഹ്യ പെൻഷൻ തട്ടിയെടുത്ത ജീവനക്കാരെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. SDPI പാലക്കാട് ജില്ലാ പ്രതിനിധി സഭ ഷൊർണൂരിൽ. സഭ സംഘടിപ്പിച്ചത് വിശപ്പിൽ നിന്ന് മോചനം, ഭയത്തിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യമുയർത്തി. അംബേദ്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ SDPI പ്രതിഷേധം. കുന്നംകുളം പടിഞ്ഞാറങ്ങാടിയിൽ പഴക്കമുള്ള ആയുർവേദ മരുന്നുകൾ ജനവാസ മേഖലയിൽ കുഴിച്ചുമൂടിയതിനെതിരെ പ്രതിഷേധം. 30 വർഷം പഴക്കമുള്ള 400 ലിറ്ററോളം മരുന്നുകൾ കുഴിച്ചുമൂടിയത് സ്വകാര്യ സ്ഥലത്ത്. ജനങ്ങളുടെ പരാതിയിൽ നടപടിയുണ്ടാകുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു കെട്ടിടം കൂടി. 2 കോടിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഒരു കെട്ടിടം കൂടി അനുവദിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മുഹമ്മദ് മോഹസിൻ MLA. വാർത്തകൾ വിശദമായി. ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിച്ച് സർക്കാരുകൾക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. പാലക്കാട്ട് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക പെൻഷൻ തട്ടിയെടുത്ത ജീവനക്കാരെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. ആശയപരമായ നിലപാടുകൊണ്ടാണ് ജോയിന്റ് കൌൺസിൽ വ്യത്യസ്തമാകുന്നതെന്ന് KP രാജേന്ദ്രൻ പറഞ്ഞു. പങ്കാളിത്ത പെൻഷനെതിരായി ശക്തമായ നിലപാട് ആവർത്തിക്കുന്നതും പഠന റിപ്പോർട്ട് കിട്ടാൻ സുപ്രീം കോടതി വരെ പോയതും ജോയിന്റ് കൌൺസിലാണ്. ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിനായുള്ള പോരാട്ടം തുടരുന്നതിനൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയിലും സംഘടന ഊന്നൽ നൽകുന്നുവെന്നത് ശ്ലാഘനീയമാണ്. സർക്കാർ പൊതുമേഖലകളിൽ സ്വകാര്യ കരാർവൽക്കരണത്തിനെതിരെ പോരാടുന്ന ജോയിന്റ് കൌൺസിലിന് സ്വീകാര്യ വർദ്ധിക്കുന്നത് അഭിനന്ദനാർഹമാണെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. വളരെ താല്പര്യത്തോടുകൂടി സമ്മേളനം ഏറ്റെടുത്തു. സഹായിക്കാൻ നമ്മുടെ പ്രസ്ഥാനം എല്ലാ പ്രസ്ഥാനങ്ങളും ഒപ്പമുണ്ട്. ഏറ്റവും വിജയകരമായി ഈ സമ്മേളനം പാലക്കാട് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. ഇവിടെ രൂപീകരിക്കുന്ന സ്വാഗത സംഘം അതിനുള്ള നല്ല നേതൃത്വം തീർച്ചയായിട്ടും കൊടുക്കും. ഇവിടെ നടന്ന എല്ലാ സമ്മേളനങ്ങളും കുറേ സമ്മേളനങ്ങൾ ഇവിടെ നടക്കുന്ന സ്ഥലമാണ്. എല്ലാ സമ്മേളനവും വിജയിച്ച മെയ് 12 മുതൽ 15 വരെ പാലക്കാട്ട് വെച്ചാണ് ജോയിന്റ് കൌൺസിലിന്റെ 56ാം സംസ്ഥാന സമ്മേളനം. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ PP സുനീർ MP, യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ, പ്രൊഫസർ PA വാസുദേവൻ, മുതിർന്ന CPI നേതാക്കളായ KE ഇസ്മായിൽ, V ചാമുണ്ണി എന്നിവർ രക്ഷാധികാരികളായും CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ചെയർമാനായും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി K മുകുന്ദൻ ജനറൽ കൺവീനറായും 1001 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ചടങ്ങിൽ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ KP ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. B രാംപ്രകാശ്, LG മുരളീധരൻ, S ഷിനാഫ്, K ഷാജഹാൻ, T സിദ്ധാർത്ഥൻ, KC ജയപാലൻ, K വേലു, MC ഗംഗാധരൻ, VC ജയപ്രകാശ്, NN പ്രജിത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിശപ്പിൽ നിന്ന് മോചനം, ഭയത്തിൽ നിന്ന് മോചനം എന്ന തലക്കെട്ടിൽ SDPI പാലക്കാട് ജില്ലാ പ്രതിനിധി സഭ ഷൊർണൂരിൽ നടന്നു. മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിലെ ഷഹീദ് സുബൈർ നഗറിൽ സംഘടിപ്പിച്ച പ്രതിനിധി സഭ SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദ് ഉദ്ഘാടനം ചെയ്തു. ഈ പാർട്ടിയെ ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. SDPI ഇല്ലാതാക്കുമെന്ന് വളരെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ഒരാളാണ് പിണറായി വിജയൻ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ ഒരു ടേമും കൂടി പൂർത്തീകരിച്ച് പുതിയ നേതൃത്വത്തിനെ തെരഞ്ഞെടുക്കാൻ ബ്രാഞ്ച് മുതൽ മണ്ഡലം വരെയും സംസ്ഥാനം പൂർത്തീകരിച്ച് ജില്ലാതലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ മതേതരത്വ രാജ്യം വളരെ അപകടകരമായ ഒരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകും. എന്ന് വെച്ചാൽ ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെ കശാപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ ഇന്ന് നിലകൊള്ളുന്നത്. സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത്
സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സഭയിൽ പാർട്ടിയുടെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരണവും രാഷ്ട്രീയ റിപ്പോർട്ട് അവതരണവും ചർച്ചയും നടന്നു. 2024 മുതൽ 2027 വരെ കാലയളവിലേക്കുള്ള പുതിയ ജില്ലാ പ്രവർത്തക സമിതിയെയും ജില്ലാ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പുതിയ നേതൃത്വത്തിന് ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KT അലവി, വൈസ് പ്രസിഡന്റ് ഷെരീഫ് അത്താണിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അംബേദ്കറെ അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് SDPI നേതൃത്വത്തിൽ ചെറുതുരുത്തിയിലും ചേലക്കരയിലും പ്രതിഷേധ പ്രകടനം നടത്തി. SDPI രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഈ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് SDPI ജില്ലാ ജനറൽ സെക്രട്ടറി EM ലത്തീഫ്, ജില്ലാ സെക്രട്ടറി KB അബു താഹിർ, മണ്ഡലം സെക്രട്ടറി ഷാജി, SDPI മണ്ഡലം പ്രസിഡന്റ് MH റഫീഖ്, ഹംസ എന്നിവർ നേതൃത്വം നൽകി. ഉപദേശകനായ MS ഗോൾവാൾക്കർ എഴുതിയ വിചാരധാര, ആ വിചാരധാര കൃത്യമായിട്ട് ഇവിടെ എണ്ണിപ്പറയുന്നു. ഇന്ത്യയിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഇവിടെ ആരാണ് ശത്രുക്കളെന്ന് കൃത്യമായി നിർവചിക്കുന്നു. അതിൽ ഒന്നാമത്തത് മുസ്ലിങ്ങളും, രണ്ടാമത്തേത് കമ്മ്യൂണിസ്റ്റുകളും, മൂന്നാമത്തെ ക്രിസ്ത്യൻ സമൂഹവും, നാലാമതായിട്ട് ഇവർ പ്രതിനിധാനം ചെയ്യുന്ന ശത്രുഗണത്തിലുള്ളത് ഈ പിന്നോക്ക ദളിത് ആദിവാസി ന്യൂനപക്ഷ വിഭാഗങ്ങളാണെന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ചേലക്കരയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് SDPI മണ്ഡലം പ്രസിഡന്റ് നൌഫൽ അമ്പഴക്കാട്ടിൽ, അബ്ദുൽ ഖാദർ VA, SDPI മണ്ഡലം സെക്രട്ടറി ഇബ്രാഹിം, അബ്ദുള്ളക്കുട്ടി MA, അബ്ദുൾ സലാം CA, സിദ്ദിഖ് KE, ഇസ്മായിൽ KA, സജ്മൽ NH എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കണമെന്ന് KVVES യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് AJ ഷാജഹാൻ. പാലക്കാട്ട് യൂത്ത് വിംഗ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാജഹാൻ. കുത്തകകളുടെ കടന്നുകയറ്റവും ഓൺലൈൻ വ്യാപാരവും ചെറുകിട വ്യാപാരികൾക്ക് തിരിച്ചടിയാകുമ്പോഴാണ് സർക്കാരും കച്ചവടക്കാരെ ദ്രോഹിക്കുന്നതെന്ന് AJ ഷാജഹാൻ കുറ്റപ്പെടുത്തി. വ്യാപാരി സമൂഹത്തെ സർക്കാർ നിരന്തരം വേട്ടയാടുകയാണ്. വാടക നയവും കറണ്ട് ചാർജ് വർധനവും ചെറുകിട വ്യാപാരികളെ ഇല്ലാതാക്കുമെന്നും ഷാജഹാൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 3 വർഷക്കാലം, 3 വർഷം തികയുന്നില്ലെങ്കിൽ 3 വർഷക്കാലമായി കേരളത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ഒരു പുതിയ മുഖമാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ 24 മണിക്കൂർ സംഘടനാ പ്രവർത്തനം എന്ന ശൈലിയിലേക്ക് മാറുകയാണ്. 24/7 എന്ന് പറയുന്നത് പോലെ ഏത് രംഗത്തും എപ്പോഴും സജീവമായ ഒരു സംഘടനാ പ്രവർത്തനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര, അദ്ദേഹം ഒരു പ്രതിഭാസമാണ് എന്നാണ് എനിക്ക് ബലപ്പെടുത്തുന്നത്. എനിക്ക് അദ്ദേഹവുമായി വളരെ വലിയ മുതലുള്ള ബന്ധമുണ്ടെങ്കിലും അന്നും അദ്ദേഹം നിൽക്കുന്ന മേഖലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തൊക്കെ നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടുള്ള ആളുകൾ. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷമീർ അധ്യക്ഷത വഹിച്ചു. KVVES ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, ജനറൽ സെക്രട്ടറി KA ഹമീദ്, യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര, ഭാരവാഹികളായ P ഷമീർ, KK ഹരിദാസ്, ദേവദാസ് നെന്മാറ, V പ്രജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വീണ്ടും പുതിയ കെട്ടിടം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 2 കോടി രൂപയാണ് പുതിയ കെട്ടിടത്തിനായി അനുവദിച്ചിട്ടുള്ളത്. നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മോഹസിൻ MLA നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുക എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായാണ് വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു കെട്ടിടം കൂടി അനുവദിച്ചത്. പൊതുവിദ്യാഭ്യാസ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപയാണ് പുതിയ കെട്ടിടത്തിനായി അനുവദിച്ചിട്ടുള്ളത്. സ്കൂളിന്റെ ജീർണാവസ്ഥയിലായ പഴയ കെട്ടിടത്തിന്റെ സ്ഥാനത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. 3 കോടി ചെലവിൽ മറ്റൊരു കെട്ടിടത്തിന്റെ നിർമ്മാണം വിദ്യാലയത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി മറ്റൊരു കെട്ടിടം കൂടി നിർമ്മിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിദ്യാലയത്തിലാകെ വിദ്യാർത്ഥികളുടെ ഒഴുക്കുണ്ടായപ്പോൾ നമ്മുടെ മണ്ഡലത്തിലും ആ ഒഴുക്ക് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും വിദ്യാഭ്യാസവും സംസ്ഥാന ഗവൺമെന്റ് സാധാരണക്കാരന്റെ പാവപ്പെട്ടവരുടെ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും
കുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു യജ്ഞമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഇന്ന് ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള പൊതുവിദ്യാഭ്യാസമുള്ള സ്ഥലമായി കേരളം മാറിയിട്ടുണ്ട്. നമ്മുടെ പെർഫോമൻസ് ഇൻഡെക്സിലാണെങ്കിൽ നീതി ആയോഗിന്റെ കണക്കിൽ തുടർച്ചയായി 1ാം സ്ഥാനത്ത് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു. വളരെ ഏറ്റവും ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കുട്ടികൾക്ക്. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് രജീഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു, പ്രധാനാധ്യാപിക ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുന്നംകുളം പടിഞ്ഞാറങ്ങാടിയിൽ 30 വർഷം പഴക്കമുള്ള 400 ലിറ്ററോളം ആയുർവേദ മരുന്നുകൾ കുഴിച്ചുമൂടി. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ജനവാസ മേഖലയിലെ സ്വകാര്യ സ്ഥലത്ത് മരുന്നുകൾ കുഴിച്ചുമൂടിയതിനെതിരെയാണ് പ്രതിഷേധം. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കുന്നംകുളം പടിഞ്ഞാറങ്ങാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് 30 വർഷത്തിലധികം പഴക്കമുള്ള ആയുർവേദ അരിഷ്ടം ഉൾപ്പെടെയുള്ള മരുന്നുകൾ കുഴിച്ചുമൂടിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. നാട്ടുകാർ എത്തുമ്പോഴേക്കും ആയുർവേദ മരുന്നുകൾ പൂർണ്ണമായി കുഴിച്ചുമൂടിയിരുന്നു. കഴിഞ്ഞ ദിവസം 500-1000 ലിറ്റർ ടാങ്കുകളിലായി സൂക്ഷിച്ച ആയുർവേദ മരുന്നുകൾ ഉപയോഗശൂന്യമായ കിണറ്റിൽ ഒഴിച്ചു കളഞ്ഞിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചതോടെ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി ബാക്കിയുള്ള മരുന്നുകൾ ഇത്തരത്തിൽ കുഴിച്ചുമൂടരുതെന്ന് താക്കീത് നൽകിയതാണ്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ 25 ലിറ്ററിന്റെ കന്നാസുകളിലായി സൂക്ഷിച്ച 400 ലിറ്ററോളം ആയുർവേദ മരുന്നുകൾ ആളൊഴിഞ്ഞ പറമ്പിൽ വലിയ കുഴിയെടുത്ത് കുഴിച്ചുമൂടുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ശേഖരൻ, സെക്രട്ടറി കെ ബി വിശ്വനാഥൻ, വാർഡ് കൗൺസിലർ മിനിമ മോൻസി, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എ രഞ്ജിത്ത്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MS ഷീബ, S രശ്മി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ പിഴ ഉൾപ്പെടെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിർദ്ദിഷ്ട വന ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് കർഷക കോൺഗ്രസ് മലമ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ നിയമപകർപ്പ് കത്തിച്ച് കർഷകർ പ്രതിഷേധിച്ചു. കേരളത്തിലെ 450 പഞ്ചായത്തുകളിലായി ആദിവാസി സമൂഹം ഉൾപ്പെടെ 1.5 കോടി ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നതിനാൽ നിയമം അടിയന്തരമായി പിൻവലിക്കണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അനിയന്ത്രിത അധികാരം കൊടുക്കുന്നത് വനമേഖലയിലെ കർഷകരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് മാത്രമല്ല, കർഷകർക്കെതിരെയുള്ള കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നതിനും സാഹചര്യമൊരുക്കും. വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം കഴിക്കുന്ന ആദിവാസി സമൂഹത്തിനും നിയമത്തിലെ വർദ്ധിച്ച ഫീസ് ദോഷകരമാകും. പ്രക്ഷോഭ പരിപാടി DCC ജനറൽ സെക്രട്ടറി SK അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് AC സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ്, കർഷക കോൺഗ്രസ് നേതാക്കളായ PK വാസു, M രാധാകൃഷ്ണൻ, കോയക്കുട്ടി, EM ബാബു, രവി വള്ളിക്കോട്, ബഷീർ പൂച്ചിറ, തങ്കമണി ടീച്ചർ, P പ്രീത, UC സജു ചാക്കോ, S അജയൻ, R സുജാത, PC പ്രേമദാസ്, P കാജ മൊയ്തീൻ, K മോഹനൻ, MC സജീവൻ, PK ജ്യോതിപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ RMS ഓഫീസ് അടച്ചുപൂട്ടിയതിനെതിരെ CITU പ്രതിഷേധം. യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സായാഹ്ന ധർണ നടത്തി. ഷൊർണൂർ ടൗണിൽ നിന്ന് പ്രകടനമായെത്തിയാണ് CITU പ്രതിഷേധ ധർണ നടത്തിയത്. പ്രകടനത്തിന് ശേഷം നടന്ന സായാഹ്ന ധർണ CITU ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ ഡിപ്പാർട്ട്മെന്റും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും ഒരു പരസ്പര ധാരണയോടുകൂടി 2 പബ്ലിക് സെക്ടർ കമ്പനി എന്ന നിലക്ക്, രാജ്യത്തിന്റെ പൊതുസ്വത്ത് എന്ന നിലക്ക് ഇത് രണ്ടും കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് റെയിൽവേ സിസ്റ്റവും നന്നാക്കുക, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും കമ്പിത്തപാൽ ഡിപ്പാർട്ട്മെന്റും നന്നാക്കുക എന്ന രൂപത്തിൽ വളരെ വലിയ ആധുനിക രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ആരംഭിച്ചത്. അത് കേരളത്തിൽ ആരംഭിക്കുന്നത് ഈ ഷൊർണൂരിലാണ്. ഷൊർണൂരിന് പല പ്രാധാന്യവും ഇന്ത്യൻ റെയിൽവേയുടെ ഭൂപടത്തിൽ ഷൊർണൂരിന് വലിയ പ്രാധാന്യമാണുള്ളത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് RG പിള്ള, ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K ഗംഗാധരൻ, P സിന്ധു, ഒറ്റപ്പാലം ഡിവിഷൻ വൈസ് പ്രസിഡന്റ് V വേണുഗോപാൽ, K രാജേഷ്, ND ദിൻഷാദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അഖിലേന്ത്യാ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി റെയിൽവേ കോൺട്രാക്ട് കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെയും റെയിൽവേ കൺസ്ട്രക്ഷൻ ലേബർ യൂണിയന്റെയും നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി.
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യമാണെങ്കിൽ പൊതുവെ പരിശോധിച്ചു കഴിഞ്ഞാൽ ദരിദ്രന്മാരുടെ എണ്ണം കൂടിക്കൂടി വരികയും സമ്പന്നന്റെ എണ്ണം പരിമിതമാണെങ്കിൽ പോലും അവന്റെ സമ്പത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 90കളിലെ ഗുജറാത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായിയായിരുന്ന അദാനി എന്ന് പറയുന്ന ഫിനാൻസ് മേഖലയുള്ള ഒരു വ്യവസായിയായിട്ടുള്ള അദാനി എന്ന് പറയുന്ന ആളുടെ ആസ്തി ഇന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തെ അതിസമ്പന്നന്മാരിലെ പെട്ട ഒരാളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കോൺട്രാക്ട് കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് RG പിള്ള, യൂണിറ്റ് സെക്രട്ടറി MA രാജേഷ്, RCLU സംസ്ഥാന കമ്മിറ്റി അംഗം K. അരവിന്ദൻ, S. ലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു. കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക, PF, ESI മറ്റ് നിയമാനുസൃത ആനുകൂല്യങ്ങൾ അനുവദിക്കുക, ദേശീയ അവധി ദിനങ്ങളിൽ ജോലി ചെയ്താൽ ഓവർ ടൈം വേതനം നൽകുക, സ്ഥിരം നിയമനങ്ങളിൽ കരാർ തൊഴിലാളികൾക്ക് മുൻഗണന നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനം ആചരിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. OBC മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കുളപ്പുള്ളിയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ അനുസ്മരണം നടന്നു. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം BJP പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടുള്ള ആളുകളൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ രക്തസാക്ഷികളാണ്. പക്ഷേ നമ്മുടെ ബലിദാനികൾ ഒരാദർശത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഈ സംസ്കാരം നിലനിർത്തുന്നതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഇടയിൽ കൊല ചെയ്യപ്പെട്ടവരാണ് നമ്മളുടെ ബലിദാനികൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രക്തസാക്ഷി എന്നുള്ള വാക്കിന് പ്രാധാന്യമുണ്ടെങ്കിലും ഇടതുപക്ഷം പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്ന രക്തസാക്ഷിയല്ല നമ്മുടെ ബലിദാനികൾ എന്ന് പറയാൻ കാരണം. OBC മോർച്ച ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് VP ഷാജു അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് N. മണികണ്ഠൻ, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, OBC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ജയൻ മലനാട്, കൺവീനർ മണികണ്ഠൻ വലാപ്പറമ്പിൽ, BJP മണ്ഡലം സെക്രട്ടറി K. പ്രസാദ്, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി KT രവിദാസ്, ഗോപി തപോവനം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാണിയംകുളം വെറ്റിനറി ഡിസ്പെൻസറിയിൽ വെച്ചാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം V. സിന്ധു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P. ശ്രീലത, പഞ്ചായത്ത് അംഗങ്ങളായ VP ജയപ്രകാശ്, KS മഞ്ജിമ, AC സുബ്രഹ്മണ്യൻ, വെറ്റിനറി ഡോക്ടർ നിത എന്നിവർ സംസാരിച്ചു. 460 ഉപഭോക്താക്കൾക്ക് 5 വീതം കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിച്ച് സർക്കാരുകൾക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. സാമൂഹ്യ പെൻഷൻ തട്ടിയെടുത്ത ജീവനക്കാരെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. SDPI പാലക്കാട് ജില്ലാ പ്രതിനിധി സഭ ഷൊർണൂരിൽ. സഭ സംഘടിപ്പിച്ചത് വിശപ്പിൽ നിന്ന് മോചനം, ഭയത്തിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യമുയർത്തി. അംബേദ്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ SDPI പ്രതിഷേധം. കുന്നംകുളം പടിഞ്ഞാറങ്ങാടിയിൽ പഴക്കമുള്ള ആയുർവേദ മരുന്നുകൾ ജനവാസ മേഖലയിൽ കുഴിച്ചുമൂടിയതിനെതിരെ പ്രതിഷേധം. 30 വർഷം പഴക്കമുള്ള 400 ലിറ്ററോളം മരുന്നുകൾ കുഴിച്ചുമൂടിയത് സ്വകാര്യ സ്ഥലത്ത്. ജനങ്ങളുടെ പരാതിയിൽ നടപടിയുണ്ടാകുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു കെട്ടിടം കൂടി. 2 കോടിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഒരു കെട്ടിടം കൂടി അനുവദിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മുഹമ്മദ് മോഹസിൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.